അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ഉറക്കം കെടുത്തുന്ന ഒരു വാർത്ത വന്നിട്ടുണ്ട്. എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും ഈ വാർത്ത കുറച്ച് സീരിയസ് ആണ്. ഇറാൻ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുക്കളിൽ ഒരാളാണല്ലോ ഇറാൻ. ആ ഇറാൻ പുതിയ ഒരു ആയുധം ഡെവലപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ ആയുധം എന്ന് പറയുന്നത് ഒരു സാധാരണ ആയുധമല്ല, ICBM ആണ്. അതായത് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ അഥവാ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ്. ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ആണ് എന്നത് മാത്രമല്ല, ഈ ഒരു മിസൈല് 10,000 കിലോമീറ്ററിന് മുകളിൽ ദൂരപരിധിയുള്ള മിസൈലാണ്. ഇത്തരം ഒരു മിസൈല് ഇറാൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അത് ഓൾമോസ്റ്റ് സർവീസ് ചെയ്യാൻ റെഡി ആയിട്ടുണ്ട് എന്ന് ഇറാനിലെ സ്റ്റേറ്റ് മീഡിയയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇത് ഭയങ്കരപ്പെട്ട ഒരു ചേഞ്ച് ആണ്. അതായത് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഇനി ഉറക്കമില്ലാത്ത രാത്രിയാണ് അവർക്ക്. കാരണം ഇത്രയും കാലം ഇറാന്റെ കയ്യിലുണ്ടായിരുന്നത് ഒരു 2,500-3,000 കിലോമീറ്ററിനകത്ത് ദൂരപരിധിയുള്ള മിസൈലുകളാണ്. ഏതോ ചില മിസൈലുകൾക്ക് 3,500 വരെയൊക്കെ ദൂരപരിധി ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈവൻ ഈ ICBMന്റെ കാര്യം ഒഫീഷ്യലി നമ്മൾ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷേ ഒരു പോസിബിലിറ്റി ഉണ്ട്. കാരണം അമേരിക്ക ഇറാനിൽ കയറി അടിച്ചതിന് പകരം റഷ്യയുടെ ഒരു സപ്പോർട്ടെങ്കിൽ ഇറാന് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഉത്തര കൊറിയയ്ക്ക് ICBM ടെക്നോളജി കൈമാറിയത് റഷ്യയാണ്. റഷ്യക്ക് ഇപ്പോഴും ഉത്തര കൊറിയയിൽ ഒരു പിടിയുണ്ട്. അവരുടെ മിസൈൽ പ്രോഗ്രാമിൽ റഷ്യ ഡയറക്റ്റ് ഇൻവോൾവ് ആണെന്നാണ് സൂചന. ആ രീതിയിൽ റഷ്യൻ ഇൻവോൾവ്മെന്റോട് കൂടിയിട്ട് ഉത്തര കൊറിയ ആ ഒരു മിസൈൽ ഡെവലപ്പ് ചെയ്ത പോലെ ഇറാനും ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനി ഒരിക്കൽ കൂടി ഒരു B-2 ബോംബർ വിമാനം ഇറാനിലേക്ക് പറത്തുന്നതിന് മുമ്പ് അമേരിക്ക 1000 വട്ടം ആലോചിക്കുമെന്നത് തർക്കമില്ലാത്ത വിഷയമാണ്. കാരണം ICBM എന്ന് പറയുന്നത് ഒരു നിസ്സാരപ്പെട്ട ആയുധമല്ല. ഇപ്പോഴും ഞാൻ ഇറാൻ പറഞ്ഞതിനെ 100% വിശ്വസിച്ചുകൊണ്ടല്ല ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. കാരണം ഇറാൻ ഒരുപക്ഷെ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് പറഞ്ഞതുമാകാം. എന്തായാലും ഈ വാർത്ത നമ്മുടെ ഹിന്ദുസ്ഥാൻ ടൈംസ്, വളരെ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള, വിശ്വസിക്കാൻ കഴിയുന്ന ഒരു മാധ്യമമാണ്. ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു മാധ്യമമാണ്. ഹിന്ദുസ്ഥാൻ ടൈംസ് വളരെ വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വായുവിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വാർത്തയല്ല, ഇത് കൃത്യമായിട്ടും ഒഫീഷ്യലായിട്ട് തന്നെ പുറത്തു വന്നിരിക്കുന്ന ഒരു വാർത്തയാണ്. ഇറാന്റെ ICBM എന്ന് പറയുമ്പോൾ ഇതൊരു പക്ഷേ അമേരിക്കയുടെ ഫ്യൂച്ചറിൽ ഉണ്ടാവാനുള്ള ആക്രമണങ്ങളെ ഒന്ന് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ഇറാന്റെ ഒരു മുൻകരുതലിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ വെറുതെ തട്ടിവിട്ടതായിരിക്കാം. അതല്ലെങ്കിൽ ഇറാൻ ഒരുപക്ഷെ വളരെ രഹസ്യമായിട്ട് അവരുടെ ഭൂഗർഭ അറകളിൽ ഒരു ICBM ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു പ്രോസസ്സിൽ ആയിരുന്നിരിക്കാം ഇത്രയും കാലം. ഒരുപക്ഷെ റഷ്യയുടെ സപ്പോർട്ട് കിട്ടിയേക്കാം. കാരണം റഷ്യക്ക് എല്ലാ യുദ്ധങ്ങളിലും നേരിട്ട് കയറി ഇടപെടാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. റഷ്യ വളരെ വലുതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണ്. അമേരിക്കയുടെ ഏതാണ്ട് ഇരട്ടിയോളം തന്നെ വലുതാണ് റഷ്യ. അപ്പോൾ അത്രയും വലിയൊരു രാജ്യത്തിന് ആയുധങ്ങളും സൈനിക ബലവും ഒക്കെ ആവശ്യത്തിലേറെ വേണം. അത്രയും രാജ്യത്തെ പ്രൊട്ടക്ട് ചെയ്ത് നിർത്തണം. നാറ്റോയുമായിട്ട് പ്രശ്നങ്ങളുണ്ട്, പല അയൽ രാജ്യങ്ങളുമായിട്ട് റഷ്യക്ക് പ്രശ്നമുണ്ട്, അമേരിക്കയുമായിട്ട് പ്രശ്നമുണ്ട്. സോ റഷ്യ എപ്പോഴും അവർക്കൊരു യുദ്ധം ഉണ്ടാവാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തി നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് അവരുടെ ഏതെങ്കിലും ഒരു സുഹൃത്ത് രാജ്യം ഒരു ആക്രമണത്തിൽ പെട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും രാജ്യത്താൽ ആക്രമിക്കപ്പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് സഹായിക്കുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ അമേരിക്ക ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ഇറാനിൽ ആക്രമണം നടത്തിയപ്പോൾ റഷ്യക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈവൻ ചൈനയ്ക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ റീസൺ ചൈന എന്തെങ്കിലും ചെയ്താൽ ചൈനയുടെ നേരെ അമേരിക്ക തിരിയും. ചൈനയ്ക്ക് കുറച്ച് പേടിയുണ്ട്. എക്കണോമിക്കലി അമേരിക്ക പല രൂപത്തിലും തങ്ങളെ തകർക്കാൻ ശ്രമിക്കും. ഒടുവിൽ വലിയൊരു യുദ്ധം ഇനി അമേരിക്കയുമായി ചെയ്യേണ്ടി വന്നാലും ചൈനയ്ക്ക് വലിയ നഷ്ടങ്ങൾ ഉണ്ടാവും. സോ ചൈന ഒന്ന് കെയർഫുള്ളായിട്ട് ഇത്തരം വിഷയങ്ങളിൽ ഇടപെടൂ. റഷ്യയുടെ ഒരു സഹായം കിട്ടുമെന്ന് ഇറാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്, അത് കിട്ടിയിട്ടുണ്ടാവാം. പക്ഷേ അമേരിക്കയുടെ ആക്രമണത്തെ തടയാൻ അവർക്ക് കഴിഞ്ഞില്ല. അപ്പോൾ ഇറാന് സ്വയം പര്യാപ്തതയെങ്കിൽ മാത്രമേ അമേരിക്കയുടെ ആക്രമണങ്ങളെ ഭാവിയിൽ തടയാൻ പറ്റൂ. അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അമേരിക്ക ഒരു ആക്രമണം നടത്തുന്നതിന് മുമ്പ് പേടിക്കണം. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭയങ്കര പേടിയുള്ള ഒരു രാജ്യമാണ്. അവർ ഉത്തര കൊറിയ എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിച്ചതുപോലെ ആക്രമിക്കാത്തത്? ഉത്തര കൊറിയ ആണവായുധം വികസിപ്പിച്ചതിനോടൊപ്പം തന്നെ അവര് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ കൂടി വികസിപ്പിച്ചെടുത്തു. റഷ്യ തന്നെയാണ് കേട്ടോ അവരെ സഹായിച്ചത്. പക്ഷെ അത് കാരണം അമേരിക്ക ഭയന്നു. കാരണം ഉത്തര കൊറിയയെ തൊട്ടാൽ കിം ജോങ് ഉന്നിന്റെ അടുത്ത ഉത്തരവ് അമേരിക്കയുടെ വാഷിംഗ്ടണിലേക്കോ ന്യൂയോർക്കിലേക്കോ അല്ലെങ്കിൽ അവരുടെ ഏതെങ്കിലും ഒരു നഗരത്തിലേക്കോ മിസൈൽ അയക്കാനായിരിക്കും. കാരണം ഉത്തര കൊറിയയുടെ കയ്യിൽ 12,000-13,000 കിലോമീറ്റർ ദൂരപരിധിയുള്ള മിസൈലുകളുണ്ട്. ഈ മിസൈലിൽ ആണവായുധവും വഹിക്കാൻ കഴിയും. ഈ മിസൈലുകൾ ആണവായുധവും വഹിച്ചുകൊണ്ട് അമേരിക്കയിലേക്ക് പറന്നെത്തും. ഇതിനെ തടുക്കാൻ പറ്റുന്ന എയർ ഡിഫൻസ് സിസ്റ്റംസ് ഒക്കെ അമേരിക്കയിൽ ഉണ്ടോ എന്ന് സംശയമാണ്. ഇത്രയും കാലം യുദ്ധങ്ങളിൽ ICBM പരീക്ഷിച്ചിട്ടില്ല.
അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്രയും ലോങ് റേഞ്ചിൽ പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അമേരിക്കയ്ക്ക് പേടിയുണ്ട്. അപ്പൊ ആ ഭയമാണ് ഉത്തര കൊറിയ ആക്രമിക്കാതെ സൗഹൃദത്തിന്റെ വഴിയിലൂടെ ട്രംപ് അവരുമായിട്ട് ഡീൽ ചെയ്യാൻ ശ്രമിക്കുന്നത്. കിം ജോങ് ഉന്നിനെ പോയി കണ്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് ആ പശ്ചാത്തലത്തിലാണ്. ഇവിടെ ഇറാനും ആ വഴിയിലൂടെയാണ് പോകുന്നത്. റഷ്യയുടെ ഒരു വലിയ കളി ഇവിടെ നടന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഇറാൻ ഈ പറഞ്ഞ പോലെ 10,000 കിലോമീറ്ററിനപ്പുറം ദൂരപരിധിയുള്ള ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും ഇനി അമേരിക്കയുടെ ഉറക്കം കെടുത്താൻ പോവുകയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യ നമുക്ക് സൂര്യ മിസൈലും അഗ്നി 6ഉം ഒക്കെ ഉണ്ടായിട്ടും ഇതുവരെ പരസ്യമായ ഒരു പരീക്ഷണം നടത്താത്തത്? എന്തുകൊണ്ടാണ് ഇന്ത്യ ഈ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്ന് സമ്മതിക്കാത്തത്? അന്ന് തുടങ്ങും അമേരിക്കയുടെയും യൂറോപ്പിന്റെയും ഭയം. ഇന്ത്യയുടെ കൈവശം റഷ്യയുടെ കയ്യിൽ ഉള്ളതുപോലെ 16,000 കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള മിസൈലുകൾ ഉണ്ട്. പക്ഷെ ഇന്ത്യ ഇതുവരെയും ആ മിസൈലുകളെ കുറിച്ച് യാതൊന്നും എവിടെയും പ്രതികരിക്കാൻ പോയിട്ടില്ല. കാരണം അത് ചെയ്താൽ അമേരിക്കയുടെയും യൂറോപ്പിന്റെയും മുട്ടിടിക്കാൻ തുടങ്ങും. അടുത്ത് വീണ്ടും അവർ നമ്മളെ ഉത്തര കൊറിയയെ കാണുന്നത് പോലെ കാണാൻ തുടങ്ങും. ഭയമാണ് പ്രശ്നം അമേരിക്കയുടേത്. അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങൾക്കും എന്നും ലോകത്തോട് ഭയമാണ്. ഏതെങ്കിലും ഒരു രാജ്യം ആണവായുധം വികസിപ്പിച്ചാലോ, ഏതെങ്കിലും ഒരു രാജ്യം ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ വികസിപ്പിച്ചാലോ ഉടനെ തന്നെ അമേരിക്ക ഭയപ്പെടാൻ തുടങ്ങും. യൂറോപ്പിനെയും കൂട്ടുപിടിച്ചുകൊണ്ട് അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കുക എന്നുള്ളതാണ്, ഉത്തര കൊറിയയൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ വളരെ ക്ഷമയോടെ അമേരിക്കയോ യൂറോപ്പിനെയോ ഒന്നും തന്നെ ഏതെങ്കിലും തരത്തിൽ പ്രൊവോക്ക് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോകുന്നത്. കാരണം നമ്മുടെ ലക്ഷ്യം ഒരു എക്കണോമിക് പവർ ആവുക എന്നുള്ളതാണ്. ഇറാന്റെ മുന്നിൽ മറ്റു വഴികളില്ല. ഇറാൻ അവരുടെ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തണമെങ്കിൽ, അമേരിക്ക വീണ്ടും ഒരു B2 ബോംബർ ആക്രമണത്തിന് തയ്യാറാകാതിരിക്കണമെങ്കിൽ ഒരു ICBM കൂടിയേ തീരൂ. അവിടെയാണ് ഇപ്പോൾ ഇറാൻ ഒരു ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത്. ഇത് തീർച്ചയായിട്ടും ട്രംപിന്റെ ഉറക്കം കെടുത്താൻ പോവുകയാണ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം.